ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോളിടെക്നിക്കിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇത്രയും വിശദീകരിച്ചല്ല ആ വീഡിയോയിൽ പറയുന്നത്. ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഈ വീഡിയോ ഞാൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പോളിടെക്നിക്കിനെ പറ്റി വിശദീകരിക്കുന്നതായിരിക്കും. പിന്നൊരു കാര്യം, നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാലേ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ. SSLC കഴിഞ്ഞ് പോളിടെക്നിക്, അതെ, അത് തന്നെയാണ് നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ്. പോളിടെക്നിക് എന്ന് പറഞ്ഞ SSLC കഴിഞ്ഞ് ചേരാവുന്ന കോഴ്സാണ്. ഇത് 3 വർഷത്തെ ഡിപ്ലോമ പ്രോഗ്രാം ആണ്. ഇതിന് നമുക്ക് +2 പോകേണ്ട ആവശ്യമില്ല. SSLC കഴിഞ്ഞ് തന്നെ നമുക്ക് പോളിടെക്നിക്കിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സിന്റെ കാലാവധി 3 വർഷമാണ്. പോളിടെക്നിക്കിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ 3 വർഷം കൊണ്ട് തന്നെ നമുക്കൊരു ജോലിയിലേക്ക് എത്തിച്ചേരാൻ ഈ കോഴ്സ് നമ്മളെ സഹായിക്കും. അതായത് പോളിടെക്നിക് പാസ്സാകുന്ന കുട്ടികൾക്ക് ഒട്ടനവധി ജോലി അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. നമ്മൾ SSLC കഴിഞ്ഞ് തന്നെ ഈ കോഴ്സിന് ചേർന്നാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കൊരു 18-19 വയസ്സാകുമ്പോഴത്തേനും ഒരു ജോലിയിലേക്ക് എത്താൻ സഹായിക്കും ഈ കോഴ്സ്. അതായത് SSLC കഴിയുമ്പോൾ നമുക്കൊരു 16-15 വയസ്സേ കാണത്തുള്ളൂ. ആ സമയം നമ്മൾ പോളി 3 വർഷം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 18-19 വയസ്സാകുമ്പോഴത്തേനും പോളി കംപ്ലീറ്റ് ആകും. എന്നിട്ട് നമുക്കൊരു ജോലിയിലേക്കൊക്കെ എത്താൻ ഇത് വളരെയധികം ഉപകാരപ്പെടും ഈ കോഴ്സ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ +2 പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു 18-17 വയസ്സാകുമ്പോൾ +2 കംപ്ലീറ്റ് ആവും. പക്ഷെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു ജോലി കിട്ടത്തില്ല. +2 പാസ്സായത് കൊണ്ട് തന്നെ ഒരു ജോലിയിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അഥവാ ജോലി കിട്ടിയാൽ തന്നെ വലിയ സാലറി ഒന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷെ പോളിടെക്നിക് അങ്ങനെയല്ല. പോളിടെക്നിക് കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം നല്ല ജോലിയിലേക്കൊക്കെ എത്താൻ സഹായിക്കും. അതായത് നമുക്കൊരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ പോലുള്ള പൊസിഷനുകളിലേക്കൊക്കെ എത്താൻ ഈ കോഴ്സ് തന്നെ ധാരാളമാണ്. മാത്രമല്ല, ഈ കോഴ്സ് പാസ്സാകുന്നവർക്ക് ബിടെക്കിലേക്ക് ലാറ്ററൽ എൻട്രി വഴി 2ാം വർഷത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതായത് പോളിടെക്നിക് എന്ന് പറഞ്ഞ കോഴ്സ് നമുക്ക് ഉപരിപഠന സാധ്യതയോടൊപ്പം തന്നെ ജോലി സാധ്യതയും നൽകുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് അവിടെ, നമുക്ക് ബിടെക് മാത്രമേ പോളി കഴിഞ്ഞ് പഠിക്കാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും കോഴ്സുകളൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് +2 വേണ്ടി വരും. അത് നിങ്ങൾ ഓർക്കണം. പക്ഷേ ബിടെക് പഠിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് പോളിടെക്നിക്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി വഴി ബിടെക്കിന്റെ 2nd ഇയറിലേക്ക് നേരിട്ട് കയറാവുന്നതാണ്. വേറൊരു രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പം +2 കഴിഞ്ഞ് ബിടെക് കയറുവാണെങ്കിൽ 4 വർഷം നമ്മൾ പഠിക്കണം. പോളി കഴിഞ്ഞ് ബിടെക് കയറുവാണെങ്കിൽ നമുക്ക് 3 വർഷം പഠിച്ചാൽ മതി. അതായത് നമ്മൾ നേരിട്ട് 2ാം വർഷത്തിലേക്കാണ് പോളി വെച്ച് കയറുന്നത് ബിടെക്കിന്റെ. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പോയി ബിടെക്കിന് പോയാലും പോളിടെക്നിക്ക് പോയി ബിടെക്കിന് പോയാലും ഏകദേശം സെയിം സമയം തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ 10 കഴിഞ്ഞ് പോളിടെക്നിക്ക് പോയാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, പോളി മതി നമുക്കൊരു ജോലി കിട്ടാൻ വേണ്ടി. പക്ഷെ ആ സമയം 10 കഴിഞ്ഞ് +2 പോവുകയാണെങ്കിൽ +2 കൊണ്ട് നമുക്കൊരു ജോലി കിട്ടത്തില്ല. അതാണ് ഇതിന്റെ മെയിൻ വ്യത്യാസം. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ കാര്യങ്ങൾ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 10ാം ക്ലാസ് കഴിഞ്ഞ് ITI എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ITI പഠിക്കുന്നവരെ കഴിഞ്ഞ് കൂടുതൽ സാലറി പോളിടെക്നിക് പഠിക്കുന്നവർക്കാണ് കിട്ടുന്നത്. അത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ITI പഠിച്ച് പാസ്സാകുന്ന കുട്ടികൾ എത്തിപ്പെടുന്ന ജോലി എന്ന് പറഞ്ഞാൽ വർക്കറായിട്ടാണ്. പക്ഷേ പോളിടെക്നിക് പഠിച്ച് പാസ്സാകുന്ന കുട്ടികൾ അവരുടെ മുകളിലാണ് എത്തുന്നത്. അതായത് സൂപ്പർവൈസർ പൊസിഷനിലേക്കാണ് പോളിടെക്നിക് പഠിച്ച് പാസ്സാകുന്ന കുട്ടികൾ എത്താറുള്ളത്. പക്ഷേ അതിനും മേളിൽ വേറെ പൊസിഷൻ ഉണ്ട്. അതായത് ബിടെക് പഠിച്ച് പാസ്സാകുന്നവരാണ് എഞ്ചിനീയർ പൊസിഷനിലേക്ക് എത്തുന്നത്. പക്ഷേ പോളിടെക്നിക് പഠിച്ച് പാസ്സാകുന്ന കുട്ടികൾ ജൂനിയർ എഞ്ചിനീയർ പൊസിഷനിലൊക്കെ എത്താറുണ്ട്. ഇനി നമുക്ക് പോളിടെക്നിക് പഠിച്ച് പാസ്സാകുന്നവർക്ക് കിട്ടുന്ന ഗവൺമെന്റ് ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ പോളിടെക്നിക് ട്രേഡുകൾ പഠിച്ച്, അതായത് ഓരോ പോളിടെക്നിക്കിൽ തന്നെ പല പല കോഴ്സുകളുണ്ട്. മെക്കാനിക്കല്, സിവില്, ഓട്ടോമൊബൈല്, അങ്ങനെ ഇലക്ട്രിക്കല്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കോഴ്സുകൾ പോളിടെക്നിക്കിൽ ലഭ്യമാണ്. അതുപോലെ ITIകളിലും എഞ്ചിനീയറിംഗ് ബിടെക്കിലും ഒക്കെ നമുക്ക് ഒരുപാട് കോഴ്സുകൾ ലഭ്യമാണ്. അതുപോലെ പോളിടെക്നിക്കിലും ഒരുപാട് കോഴ്സുകൾ ലഭ്യമാണ്. ഓരോ പോളിടെക്നിക് കോഴ്സുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ജോലി സാധ്യതയാണ് ഉള്ളത്. പ്രൈവറ്റിലും ഗവൺമെന്റിലും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ജോലി സാധ്യതയാണ് ഓരോ പോളിടെക്നിക് കോഴ്സുകൾക്കും ഉള്ളത്. ഇനി ഗവൺമെന്റ് ജോലിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വളരെയധികം, ഏകദേശം ഒരു ഡിഗ്രി ലെവൽ ജോലികളുടെ ശമ്പള സ്കെയിലാണ് പോളിടെക്നിക് ഡിപ്ലോമ പാസ്സാകുന്നവർക്ക് ഗവൺമെന്റ് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് വേണേൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്രയാണ് ഞാൻ മെയിൻ ആയിട്ട് പോളിടെക്നിക്കിനെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. അതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. എന്നാൽ ശരി.